ജൂലൈ 8 തിങ്കളാഴ്ച. മത്തായി 9:18 മുതൽ 26 വരെ വാക്യങ്ങൾ. ഇന്ന് 2 അത്ഭുതങ്ങളുടെ കഥയാണ് സുവിശേഷം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 12 വർഷമായി രക്തസ്രാവം അനുഭവപ്പെട്ട ഒരു സ്ത്രീ സുഖം പ്രാപിച്ചതാണ് ആദ്യത്തെ അത്ഭുതം. യേശുവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസ നിമിത്തം അവൾ സുഖം പ്രാപിച്ചു. രണ്ടാമത്തെ അത്ഭുതകഥ ആരംഭിക്കുന്നത് കർത്താവിൻ്റെ മുമ്പാകെ തന്നെ താഴ്ത്തി മരിക്കാൻ പോയ തൻ്റെ മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നാണ്. യേശു അവൻ്റെ അപേക്ഷ കേട്ടു. പക്ഷേ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവർ അവനെ പരിഹസിച്ചു. എന്നാലും യേശു കുട്ടിയെ പുനരുജ്ജീവിപ്പിച്ചു. യേശുവിലുള്ള ദൈവത്തിൻ്റെ ശക്തിയാൽ ആ പെൺകുട്ടി ജീവനിലേക്ക് തിരികെ വന്നു. യേശുവിനാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് സുവിശേഷത്തിലെ ഈ 2 അത്ഭുതങ്ങളും നമ്മളോട് പറയുന്നു. അവൻ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും നാഥനാണ്. മുമ്പ് ചെയ്തത് വീണ്ടും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ചിലരുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. പക്ഷേ നമ്മൾ അവൻ്റെ നന്മയിൽ വിശ്വസിക്കണം. അവൻ്റെ ഇഷ്ടം എപ്പോഴും നമ്മുടെ നന്മയ്ക്കോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്കോ വേണ്ടിയാണെന്ന് വിശ്വസിക്കുക. 12 വർഷത്തോളം കഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചതുപോലെ അവസാനം വരെ വിശ്വസ്തത പുലർത്തിയാൽ നമുക്കും രോഗശാന്തിയും തക്ക സമയത്ത് ഈ ലോകത്തിൻ്റെ സൗഖ്യവും അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് നാം യേശുവിൻ്റെ മേലങ്കി തൊടാൻ കൈനീട്ടുമോ? അതോ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും നമ്മെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ യേശുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുമോ? അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥത വഹിക്കാനും വേദന അനുഭവിക്കുന്നതിനെ സുഖപ്പെടുത്താൻ യേശുവിനോട് ആവശ്യപ്പെടാനും സാധിക്കും. സത്യമായും യേശു നമ്മോടൊപ്പമുണ്ട്. യേശു നമ്മെ സുഖപ്പെടുത്തുകയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയെന്നും വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ഗുവാഹത്തി, ആസാം.